وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون. ويل يومئذ للمكذبين. ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا. ويل يومئذ للمكذبين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, ആ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പരലോക നിഷേധികളാകുന്ന ആളുകൾക്ക് സത്യനിഷേധികളുടെ നാശത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സൂറത്താണ് 77-ാം അധ്യായമായ സൂറത്തുൽ മുർസലാത്ത്. ആ സൂറത്തുൽ മുർസലാത്തിലെ 19 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 20 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത്. മുജ്രിമീങ്ങളാകുന്ന ആളുകളോട്, മുകദ്ദിബീങ്ങളായ സത്യനിഷേധികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിഷേധിക്കുന്ന ആ ദിവസം നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്നും നിങ്ങളുടെ മുൻഗാമികളാകുന്ന പലരെയും അല്ലാഹു തആല ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, പിറകെ വന്നിട്ടുള്ള പലരെയും അതേപോലെ നശിപ്പിച്ചിട്ടുണ്ടെന്നും അപ്രകാരം നാം കുറ്റവാളികളെ കൊണ്ട് പ്രവർത്തിക്കുക എന്ന താക്കീത് നൽകിയതിന് ശേഷം പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും മഹ്ശറയെയും ഒക്കെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ ചില ചോദ്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ. പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ചൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തആല. അള്ളാഹു സത്യനിഷേധികളോട് ചോദിക്കാം, അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ. ഖലഖ സൃഷ്ടിച്ചു, യഖ്ലുഖു സൃഷ്ടിക്കും, നഖ്ലുഖു നാം സൃഷ്ടിക്കും, കും നിങ്ങളെ, നഖ്ലുഖും അവിടെ ഒന്നാമത്തെ ഖാഫാണ്, രണ്ടാമത്തേത് കാഫാണ്. അപ്പൊ അവിടെ ഒന്നിച്ച് ഇദ്ഗാം ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ അലം നഖ്ലുഖും ഒറ്റക്കും എന്നേ പറയാവൂ, നഖ്ലുഖുക്കും എന്ന് ഓതരുത്. ഏതായിരുന്നാലും അള്ളാഹു ചോദിക്കുക, അലം നഖ്ലുഖ്, ഞാൻ സൃഷ്ടിച്ചിട്ടില്ലയോ, നാമല്ലയോ സൃഷ്ടിച്ചത്, കും നിങ്ങളെ, എന്തിൽ നിന്ന്, മിമ്മാ വെള്ളം, മിമ്മാഇൻ വെള്ളത്തിൽ നിന്ന്, അഥവാ ഇന്ദ്രിയത്തെ കുറിച്ചാണ് അല്ലാഹു തആല അത് പറയുന്നത്. മിമ്മാഇൻ ഒരു ജലത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലേ നാം. എങ്ങനെയുള്ള ഇന്ദ്രിയമാണ്, വെള്ളമാണ്, ജലമാണ്? മാഹ് പറഞ്ഞാൽ മഹീൻ, ഏറ്റവും നിസാരമായ, നിന്ദ്യമായ ജലത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് നിങ്ങളെ
സൃഷ്ടിച്ചത് നാമാണ്. അവിടെ മഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ, കേവലം അറുപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഇന്ദ്രിയ ജലം. അതിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്. എന്നിട്ട് അള്ളാഹു പറയാ ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ. ഇത് നമ്മുടെയൊക്കെ തുടക്കത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പരലോകത്തെ നിഷേധിക്കാൻ കഴിയുന്നത് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങളെ മഹീനായ വെള്ളത്തിൽ നിന്ന്, നിന്ദ്യമാക്കപ്പെട്ട നിസാരമാക്കപ്പെട്ട ജലത്തിൽ നിന്ന് നാമല്ലയോ സൃഷ്ടിച്ചത്? ഫജഅൽനാഹു, ജഅല ആക്കി, ജഅൽനാ നാമാക്കി, ഹു അതിനെ, ആ ഇന്ദ്രിയ തുള്ളിയെ നാമാണ് ആക്കിയത്. എവിടെ? ഫീ ഖറാരിൻ മകീൻ. ഖറാർ ഭവനം അല്ലെങ്കിൽ ഒരു താവളം. ഫീ ഖറാർ താവളത്തിൽ, ഭവനത്തിൽ, അഥവാ ഗർഭാശയത്തെ കുറിച്ചാണ് അത് പറഞ്ഞത്. ഖറാർ പിന്നെ ഭവനം, താവളം എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല വിവിധ സ്ഥലങ്ങളിൽ ഗർഭാശയത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഫജഅൽനാഹു ഫീ ഖറാർ, എന്നിട്ട് അതിനെ ഒരു താവളത്തിൽ നാം ആക്കിയിരിക്കുന്നു. എങ്ങനെയുള്ള ഖറാറാണ്, എങ്ങനെയുള്ള ഭവനമാണ്? മകീൻ, ഏറെ ഭദ്രമായ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭദ്രമായ ഖറാരിൽ, ഭവനത്തിൽ നാം ആ ഇന്ദ്രിയ തുള്ളിയെ ആക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അല്ലാഹു തആല പറയുന്നു ഇലാ ഖദരിൻ മഅലൂം. ഇലാ ഖദർ, ആ ഭദ്രമായ ഖറാരിൻ മകീനിൽ ആ ഇന്ദ്രിയ തുള്ളിയെ നാം ആക്കി. ഏതുവരെ? ഇലാ ഖദർ, ഒരു കാലയളവ് വരെ. മഅലൂം, നിശ്ചിതമായ ഒരു കാലയളവ് വരെ. കാലാകാലം അവിടെയല്ല, ഒരു നിശ്ചിതമായ അളവുണ്ട്. ഇത്ര മാസമാണ്, അല്ലെ? എല്ലാവരും 9 ജില്ലാനും മാസമാണ് ആ ഗർഭാശയത്തിൽ കിടക്കുക. ഏതായിരുന്നാലും ചിലർ അതിനേക്കാളും കുറയും. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇലാ ഖദരിൻ മഅലൂം, നിശ്ചിതമായ ഒരു കാലയളവ് വരെ ആ ഖറാരിൻ മകീനിൽ, ഭദ്രമായ താവളത്തിൽ, ആ മഹീനായ നിസാരമാക്കപ്പെട്ട ജലത്തിൽ നിന്ന് ജലത്തിനെ നാം ആക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ. ഫഖദർനാ, എന്നിട്ട് നാം നിർണയപ്പെടുത്തിയും, എന്നിട്ട് നാം കണക്കാക്കി നിർണയിച്ചു. നാമാണ് എല്ലാം കണക്കാക്കിയത്. എല്ലാം കണക്കാക്കിയത്. പിന്നെ അവന്റെ നിറം എന്താകണം? ആ ഗർഭാശയത്തിൽ ഖറാരിൽ മക്കീനിൽ വളരെ നിന്ദ്യമായ മായു കൊണ്ട് ഇന്ദ്രിയത്തുള്ളിയാൽ സൃഷ്ടിക്കപ്പെട്ടു. അതിന് ഉമ്മയുടെ ഗർഭാശയമാകുന്ന ഖറാരിൻ മക്കീനിൽ, ഭദ്രമായ ആ ഭവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇന്ദ്രിയത്തുള്ളിയെ നിക്ഷേപിച്ചു. അവിടെ നിന്ന് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു ഫഖദർന, അങ്ങനെ നാം എല്ലാം നിർണയിച്ചു. അവന്റെ നിറം എന്താകണം? അവന്റെ നിറം എന്താകണം? അവന്റെ ലിംഗം എന്താകണം? ആണാകണോ പെണ്ണാകണോ? ഏത് രീതിയിലാകണം? അവന്റെ രൂപവും അവന്റെ ഭാവവും അവന്റെ എല്ലാം ഫഖദർന, നാമാണ് കണക്കാക്കിയത് എന്ന് അല്ലാഹു പറയുകയാണ്, പ്രത്യേകിച്ച് മുകദ്ദിബീങ്ങളോട്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫനിഅമൽ ഖാദിറൂൻ. ഫനിഅമൽ ഖാദിറൂൻ, അപ്പോൾ നാം എത്രയോ നല്ല കഴിവുള്ളവരത്രേ. നിഅമ, വളരെ നല്ലതാ, ഏറ്റവും നല്ല ഖാദിറൂൻ, കഴിവുള്ളവരിൽ വെച്ച് ഏറ്റവും നല്ല കഴിവുള്ളവൻ നമ്മളാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മെ പോലെ കഴിവുള്ള ഒരാളുമില്ല. കാരണം നിസാരമായ ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അതിനെ കൃത്യമായി നിക്ഷേപിച്ച് അതിന് കാലയളവിലൂടെ വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ടൊരു മനുഷ്യരു ജീവൻ കൊടുത്തു. എന്നിട്ട് മനുഷ്യനായി ലോകത്ത് പിറവിയെടുത്തു. അങ്ങനെ വളർന്നു വലുതാക്കിയ എനിക്ക് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് മുകദ്ദിബീങ്ങളാകുന്ന, സത്യനിഷേധികളാകുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹു തആല അവരെ ബോധ്യപ്പെടുത്തുന്നു, നാമാണ് അതിനെ എല്ലാം നിർണയിച്ചത്. നിങ്ങൾ എവിടെ ജീവിക്കണമെന്ന്, നിങ്ങൾ എവിടെ ആരുടെ മക്കളാകണമെന്ന്, നിങ്ങളുടെ നിറം എന്താകണമെന്ന്, നിങ്ങളുടെ ശരീരഘടനയെ എല്ലാം നിശ്ചയിച്ചത് ഫഖദർന, നമ്മളാണ്. ഏറ്റവും വലിയ കഴിവുള്ളവരിൽ വെച്ച് ഏറ്റവും നല്ല കഴിവുള്ളവൻ ഞാനാണ്. ആ നിഅമൽ ഖാദിറൂനായ എനിക്ക് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല കൂട്ടരെ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളോട്.
അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വീണ്ടും അല്ലാഹു തആല ആവർത്തിച്ചവരോട് പറയുന്നു, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. വൈലുൻ മഹാനാശമാണ് കേട്ടോ, മഹാകഷ്ടമാണ് യൗമഇദിൻ അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീന വ്യാജമാക്കുന്നവർക്കാണ് ഏറ്റവും മഹാനാശമുണ്ടാവുക. നിങ്ങളെ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നു, എല്ലാവിധ സുരക്ഷയും നൽകി, അവിടെ ആ ഖറാറും മക്കീനിൽ അമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഭക്ഷണം തന്നു, അവിടെ നിങ്ങൾക്ക് വായു തന്നു, അവിടെ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും തന്നു. നിങ്ങളെ വളർത്തി കൊണ്ടുവന്നു ഒരു മനുഷ്യ കുഞ്ഞായി ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് സൃഷ്ടിച്ച് പരിപാലിച്ചവന്, അവനെ നിഷേധിക്കാൻ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുന്നത്? ആ റബ്ബിനെ നിഷേധിച്ചാൽ, ആ റബ്ബ് പറഞ്ഞ പരലോകത്തെ നിഷേധിച്ചാൽ, വൈലു യൗമഇദിൻ അന്നത്തെ ദിവസം മഹാനഷ്ടം വ്യാജന്മാർക്കായിരിക്കും, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കായിരിക്കും മഹാനഷ്ടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരും ഒരേ ആകൃതിയിലല്ല, എല്ലാവരും വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രകൃതിയുള്ളവരാണ്. എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ നമ്മളറിയാം, ഇന്ത്യക്കാരെ പോലെയല്ല. അവരുടെ മുഖഷെയ്പ്പും മറ്റു പല രാജ്യങ്ങളിലുള്ള ആളുകളെയും ഒറ്റ നോട്ടത്തിൽ പോലും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാവുന്ന രീതിയിൽ, അല്ലെ, മുഖങ്ങളെ മാറ്റിമറിച്ചവൻ, പ്രകൃതികളെ മാറ്റിമറിച്ചവൻ, എല്ലാ രീതിയിലും ഫഖദർന നമ്മളാണ് നിർണയിച്ചു കണക്കാക്കിയത്, നാമാണ്. അങ്ങനത്തെ നമുക്ക് നിഅമൽ ഖാദിറൂനായ എനിക്ക്, നിങ്ങൾ മരണപ്പെട്ട് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ, ലയിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുവാനും പരലോകത്ത് ഹാജരാക്കപ്പെടുവാനും വിചാരണ ചെയ്യുവാനുമൊന്നും എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ഹാജരാക്കപ്പെടേണ്ടി വരും, റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടി വരുമെന്ന കൃത്യമായ ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമോ എന്ന ഒരു സംശയത്തിന് പോലും അവകാശമില്ല. കാരണം നമ്മയൊക്കെ ഈ നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന റബ്ബിന് അവിടെ നമ്മ ഹാജരാക്കുവാനും വിചാരണ ചെയ്യുവാനും കഴിയുമെന്ന് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കണം എന്ന മഹനീയമായ സന്ദേശമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെങ്കിൽ, തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും നൽകിയ ചില കൃത്യമായ അനുഗ്രഹങ്ങളെ കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നു, അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ. അല്ലാഹു ചോദിക്കുകയാണ്, ചില പ്രകൃതികളിൽ ഓരോ ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ, ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു തആല ചോദിക്കുന്നു, അലം നജ്അലി, നാമല്ലയോ ആക്കിയത് അൽ അർള, ഭൂമിയെ നാം ആക്കിയില്ലേ, ഭൂമിയെ കിഫാത്ത, ഒരുമിച്ച് കൂട്ടുന്നത്, ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ. കിഫാത്ത് എല്ലാം ഉൾക്കൊള്ളുന്നത്, ഭൂമിയെ എല്ലാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ നാം? അല്ലാഹു ചോദിക്കുന്നു. എന്തിനാ ഉൾക്കൊള്ളുന്നത്? അഹ്യാ, ജീവനുള്ളവരെ ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ ഭൂമിയെ, വ അംവാത, മരണപ്പെട്ടവരെയും. അപ്പൊ ജീവനുള്ളവരെയും മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ ഭൂമിയെ നാം എന്നതാണ് അല്ലാഹുവിന്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഓരോ ദിവസവും എത്രയാണ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനിച്ചു വീഴുന്നുണ്ട്, അല്ലെ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വല്ലാത്ത ഒരു ചോദ്യം, നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടുന്ന ഒരു ചോദ്യം, ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന ചോദ്യം. അള്ളാഹു ചോദിക്കുന്നു, ഈ ഭൂമി, വിശാലമായ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ എങ്ങനെയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്? അഹ്യാ, ആദം നബി അലൈഹിസ്സലാം മുതൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ കോടാനകോടി ആളുകൾ ഈ ലോകത്ത്, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കോടാനകോടി ആളുകൾ ലോകത്തുണ്ട്, കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞിന് എനിക്ക് നടക്കാൻ സ്ഥലമില്ല, എനിക്ക് ജീവിക്കാൻ സ്ഥലമില്ല എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. ജനിക്കുന്ന മുഴുവൻ ആളുകൾക്കും, ഓരോ ദിവസവും പ്രസവിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കും, മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ ജന്തുക്കൾക്കും, മുഴുവൻ ജീവജാലങ്ങൾക്കും എല്ലാത്തിനെയും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അല്ലാഹു തആല ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്.
ഏത് എല്ലാത്തിനും ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ട്, എല്ലാത്തിനും ജീവിക്കാൻ ഈ മണ്ണിൽ ഇടമുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, അലം നജ്അലിൽ അർള കിഫാത, ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, അഹ്യാ, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, ജീവനുള്ള മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യരെക്കാളും വലിയ വലിയ ഭീമാകാരങ്ങളായിരിക്കുന്ന ജീവികളുണ്ട്, ചെറുതും വലുതുമായ ഒരു ഒട്ടനവധി ജീവികളുണ്ട്. എല്ലാവർക്കും ഈ ജീവിക്കാനുള്ള, അതിനെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭൂമി എന്ന് മാത്രമല്ല, രണ്ടാമത് അല്ലാഹു പറയുന്നത് എന്താ, വഅംവാത, മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതുവരെ മരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യന് അവനെ മറമാടാൻ മണ്ണില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ദുനിയാവില്? ഇല്ല. എല്ലാവരെയും, മരിച്ചവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈ ഭൂമി പാകപ്പെട്ടിട്ടുണ്ട്. ആ നിലക്കാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ജീവനുള്ളവരെയും മരണപ്പെട്ടവരെയും അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാക്കിയിട്ട് നാം ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ലേ, അത് ഭൂമിയെ നാം ആക്കിയിട്ടില്ലേ എന്ന് മനുഷ്യരോട് അല്ലാഹു ചോദിക്കുന്നു. എന്തിനാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ നൽകിയിട്ടും, ആ രീതിയിൽ ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടും മനുഷ്യരെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുകദ്ദിബീങ്ങളാകാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധികളാകാൻ കഴിയുന്നത്? എന്തേ നിങ്ങൾ അള്ളാഹുവിനെ അറിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നത് എന്ന ആ മഹനീയമായ ചോദ്യമാണ് ഈ അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും എടുത്തുകാട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തുടർന്ന് വീണ്ടും അല്ലാഹു ചോദിക്കുക, വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്ത്, ഭൂമിയെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാക്കി മാറ്റിയത് നമ്മളാണ്. ആർക്കും താമസിക്കാൻ ഇടമില്ലാത്ത, മരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഭൂമി ലോകത്ത് ഈ കാലം വരെ, ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ ദിനം വരെ, ഈ അവസാന നിമിഷം വരെയും ഉണ്ടായിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ രീതിയിലാണ് ഭൂമിയെ നാം ആക്കിയിട്ടുള്ളത്. അതുപോലെ വജഅൽനാ, നാം ആക്കിയിരിക്കുന്നു, ഫീഹാ, അതിൽ നാം ഏർപ്പെടുത്തുകയും ചെയ്തു, ആ ഭൂമിയിൽ നാം ഏർപ്പെടുത്തുകയും ചെയ്തു, റവാസിയ, ഉറച്ചു നിൽക്കുന്ന മലകളെ, ഉറച്ചു നിൽക്കുന്ന, അതിശക്തമായി ഉറച്ചു നിൽക്കുന്ന മലകളെ, പൊന്തി നിൽക്കുന്ന മലകളെ, ശാമിഖാത്ത്, ഏറെ ഉയർന്നു നിൽക്കുകയും അതേ പ്രകാരം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മലകളെ ദുനിയാവിലെ അഥവാ ഭൂമിയിൽ സ്ഥാപിക്കുകയും ഏർപ്പെടുത്തുകയും ചെയ്തത് നമ്മളാണ്. അല്ലാഹു പറയുന്നു, വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്ത്, ഉന്നതങ്ങളായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ, മലകളെ നാം ആ ഭൂമിയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, ഭൂമിയുടെ ബാലൻസിന് വേണ്ടി. അത് ഞാനാണ് ചെയ്തത് കൂട്ടരെ. അള്ളാഹു പറയാ, അതൊക്കെ ചെയ്തു തന്നത് ഞാനാണ്. അത് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് അതിൽ പങ്കില്ല. അള്ളാഹു അല്ലാതെ പല ദൈവങ്ങളെയും ആരാധിക്കുന്ന പലതുമുണ്ട്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പങ്കുണ്ടോ എന്ന മഹനീയമായ ചോദ്യമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ കഴിയുന്നത് എന്ന അതിമഹത്തായ ചോദ്യമാണ് അള്ളാഹു ഈ ഉദാഹരണത്തിലൂടെ ഉന്നയിക്കുന്നത്. വീണ്ടും അള്ളാഹു പറയുന്നു, വഅസ്ഖൈനാകും മാഅൻ ഫുറാതാ, വഅസ്ഖൈനാകും, നിങ്ങൾക്ക് നാം കുടിക്കാൻ തരികയും ചെയ്തു, വെള്ളത്തെ, ഫുറാത്ത്, ശുദ്ധമായ വെള്ളത്തെ, ശുദ്ധമായ ജലത്തെ നിങ്ങൾക്ക് നാം കുടിക്കാൻ തരികയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നു, വെള്ളം തന്നത് നമ്മളാണത് കുടിക്കാൻ വെള്ളം ഏർപ്പാടാക്കി തന്നത്. ഭൂമിയുടെ അടിയിൽ നിന്ന് ആരും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഒരിക്കലും കലങ്ങിയതോ അതല്ലെങ്കിൽ പ്രയാസമുള്ളതോ ആയ വെള്ളമല്ല, മറിച്ച് നല്ല ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ തന്നതും നാമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങളും, നമ്മൾ ഓരോ ദിവസവും എത്ര വെള്ള, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കുടിക്കുന്നത്? ഓരോ ദിവസവും എത്ര വെള്ളമാണ് ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്താ നമ്മൾ അതിന് കൊടുക്കുന്നത് പണമായിട്ട്? റഹ്മാനായ റബ്ബ് ഔദാര്യമായി നമ്മുടെ കിണറുകളിൽ നിന്ന്, പുഴകളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഔദാര്യമായി റബ്ബ് തആല അനുഗ്രഹമായി നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്ത റബ്ബിനെ ധിക്കരിച്ച് നടക്കല്ല മനുഷ്യരെ, മുകദ്ദിബീങ്ങളാകല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. വീണ്ടും ഇതൊക്കെ ഈ ഉദാഹരണങ്ങളും അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും സ്വന്തത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആവർത്തിക്കുകയാണ്, വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, വൈലുൻ, മഹാനാഷ്ടം തന്നെയാണ്,
യൗമഇദിൻ അന്നത്തെ ദിവസം മഹാനഷ്ടം ലിൽ മുകദ്ദിബീൻ, കളവാക്കുന്നവർക്കാണ്, വ്യാജന്മാർക്കാണ് മഹാനഷ്ടം. പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് അതൊന്നുമില്ല എന്ന് പറയുന്നവർക്കാണ് മഹാനഷ്ടമുണ്ടാവുക എന്ന് അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കാൻ അല്ലാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്, ചിന്താശേഷിയുണ്ട്. നമ്മുടെ ബുദ്ധി നമ്മൾ ആർക്കും പണയപ്പെടുത്തേണ്ടതില്ല. ആലോചിക്കുക, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന കഴിവുകളാണ്. റഹ്മാനായ റബ്ബിന് മാത്രമേ അത് ചെയ്തു തരാൻ കഴിയൂ. അവിടെ ആർക്കും പങ്കില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഖറാരിൻ മക്കീനിൽ നമ്മെ സുരക്ഷിതമാക്കുന്നതിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല. റഹ്മാനായ റബ്ബിന്റെ അപാരമായ കഴിവുകളാണത്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംശയത്തിന്റെ ഒരംശം പോലും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാൻ ഒരു അവകാശവും, ഒരു സംശയത്തിന്റെ ലെവലേശം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന മഹനീയമായ സന്ദേശവും താക്കീതുകളുമാണ് ഈ ഉദാഹരണത്തിലൂടെ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മോട് പറയുന്നത്. മരണാനന്തര ജീവിതത്തിന്റെ ആ അവസ്ഥകളെ കുറിച്ച് ഒരു നിലക്കും സംശയിക്കാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തുകളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അല്ലാഹുവിന്റെ ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുകദ്ദിബീങ്ങളുടെ ആ വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.